നിങ്ങൾ നാളെ നാം ചർച്ച ചെയ്യുന്നത് 1201 വൃശ്ചിക മാസം 6-ാം തീയതി, അതായത് 2025 നവംബർ മാസം 22-ാം തീയതി ശനിയാഴ്ചത്തെ ശുഭാശുഭ ചിന്തകളാണ്. ശനിയാഴ്ച തൃശ്ശൂർ സൂര്യോദയം കാലത്ത് 6:26 അസമയം വൈകിട്ട് 5:55 നാളെ ശനിയാഴ്ചത്തെ രാഹുകാലം നിങ്ങൾക്കറിയാം. കാലത്ത് 9 മണി മുതൽ 10:30 വരെയുള്ള സമയമാകുന്ന രാഹുകാലം. ഞാൻ ശുഭകാര്യങ്ങളൊന്നും തന്നെ രാഹുകാലത്ത് അനുഷ്ഠിക്കാറില്ല. നാളത്തെ നക്ഷത്രം നിങ്ങൾ മനസ്സിലാക്കണം. നാളെ 5 മണി വരെ തൃക്കേട്ട നക്ഷത്രമാകുന്നു. തൃക്കേട്ട ഒരു ശുഭകാര്യങ്ങൾക്ക് നാം സ്വീകരിക്കാത്ത നക്ഷത്രമാകുന്നു. യമരുദ്രാഹി മുപ്പൂരം തൃക്കേട്ട ഇവ 7 നാൾ വിതക്കിൽ വെളിയാ ഭൂമോ യാത്ര പോകിലവൻ വര എന്നാണ് പ്രമാണം. യമൻ ഭരണി, രുദ്രൻ തിരുവാതിര, അഹി ആയില്യം, പൂരം പുരാണം, പുരുരുട്ടാതി, തൃക്കേട്ട ഈ നക്ഷത്രങ്ങൾ യാത്രയ്ക്കോ വിത്തിട്ടാൽ പൊടിക്കാത്ത നക്ഷത്രമാകുന്നു. അതിനാൽ നാളെ ശുഭകാര്യങ്ങളൊന്നും തന്നെ നാം സജസ്റ്റ് ചെയ്യുന്നില്ല. നാളെ ശനിയാഴ്ചയാണ്. ശനി വളരെ ദുർബലമായി കാര്യങ്ങൾ നീങ്ങുന്ന, മന്ദതയിൽ കാര്യങ്ങൾ നീങ്ങുന്ന ഗ്രഹമാകുന്നു. അതിനാൽ ശനിക്കെപ്പോഴും മന്ദഹ അഥവാ അലസഹ എന്നൊക്കെ പര്യായം വന്നു. ഒരു രാശിയിൽ നിന്ന് മറ്റൊരു രാശിയിലേക്ക് സഞ്ചരിക്കുവാൻ 2.5 വർഷം എടുക്കുന്നു ശനി. അപ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാം എത്ര സാവധാനമാണ് ശനി സഞ്ചരിക്കുന്നതെന്ന്. നാളെ ശനിയാഴ്ച എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ തൃക്കേട്ട നക്ഷത്രമാണ്. നിർബന്ധമായും ബുധനെ കൊണ്ടാണ് ചിന്തിക്കേണ്ടത്. ശ്രീരാമൻ, ശ്രീകൃഷ്ണൻ മുതലായ അവതാര ദൈവങ്ങളൊക്കെ ബുധനെ കൊണ്ട് ചിന്തിക്കും. ശനിയാഴ്ചയും തൃക്കേട്ട നക്ഷത്രവുമാകിയാൽ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് നാളെ ഏറ്റവും നന്നായി ഉപാസിക്കാൻ പറ്റുന്ന ദേവത ഹനുമാൻ സ്വാമിയാണ്. ഹനുമാൻ സ്വാമിയെ ഓം ഹം ഹനുമതേ നമഃ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഹനുമാൻ സ്വാമിക്ക് നിങ്ങൾ അവൽ നിവേദ്യ വഴിപാടായി ചെയ്യുക. ദോഷങ്ങൾ മാറാൻ ഗത ഒപ്പിക്കുക. അപ്രകാരം ശ്രീരാമസ്വാമിക്ക് പാൽപ്പായസം, തുളസിമാല വഴിപാടായി സമർപ്പിക്കുക. എല്ലാ ക്ലേശങ്ങളിൽ നിന്നും ഒരു സമാധാനമാകട്ടെ. അതിനുമപ്പുറം നാളെ ഹനുമാൻ ചാലീസ ജപിക്കുന്നത് വളരെയധികം ഉത്തമമാണ്. നന്ദി, നമസ്തേ.